ACV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Presenting Excite Invertubular IT 500 Super. 50% extra backup. क्यों हिला दिया ना? There is something in a dream that needs awakening. Go on and live your dream. You live your dream. You decide when you. Nehru Group of Institutions, Tamil Nadu and Kerala. നമസ്കാരം. ACV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട കടമ്പനിട്ട സ്വദേശിനിയായ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ കേസിലെ പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്ക് 60% പൊള്ളലേറ്റ സാഹചര്യത്തിൽ ചികിത്സ. കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. നടപടി MLAയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തെ തുടർന്ന്. കണ്ണീർ തൂകുന്ന കാലവർഷത്തിൽ വറുതിയുടെ നിഴലുമായി കർക്കിടകം പിറക്കുന്നു. ദുഃഖദുരിതം മാറ്റാനുള്ള പ്രാർത്ഥനകളുമായി ശ്രീരാമകഥാ മാധുരിയിൽ ഇനി മലയാളക്കര ഭക്തിസാന്ദ്രമാകും. വൈക്കത്ത് SNDP ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മാലിന്യങ്ങൾ നിറയുന്നത് ദുരിതമാകുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഞാൻ സുമി. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട കടമ്പനിട്ട സ്വദേശിയായ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ കേസിലെ പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ കല്ലേലിമുക്ക് തേക്കുമൂട്ടിൽ സജ്ജലിനെ 60% പൊള്ളലേറ്റ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ഒളിവിലായിരുന്ന പ്രതി കല്ലേലിമുക്ക് തേക്കുമൂട്ടിൽ സജിലിനെ പോലീസ് പിടികൂടിയത്. സംഭവ സ്ഥലത്തു നിന്ന് 3/4 കിലോമീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിലും തൊട്ടടുത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ ടെറസിലുമായി ഒളിച്ചു കഴിയുകയായിരുന്ന സജിലിനെ 60% പൊള്ളലേറ്റ നിലയിലായിരുന്നു പിടികൂടിയത്. തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. DYSP KV വിദ്യാധരൻ, കോഴഞ്ചേരി CI B അനിൽ, ആറന്മുള SI A അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ACV ന്യൂസ്, കോട്ടയം. കാഞ്ഞിരപ്പള്ളി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടികൾക്ക് തുടക്കമായി. ഡോക്ടർ N ജയരാജ് MLAയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് കുരുക്കഴിക്കാൻ നടപടികളായത്. കാലങ്ങളായി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കാഞ്ഞിരപ്പള്ളി നഗരത്തിന് ശാപമോക്ഷം നൽകാനാണ് MLAയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗത്ത് ദേശീയപാതയിലെ പാർക്കിംഗ് കർശനമായി നിരോധിക്കും. പേട്ട ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന ബസ് സ്റ്റോപ്പ് പുനർനിർണയിക്കും. മുണ്ടക്കയം എരുമേലി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്താൻ ബസ് വേ നിർമ്മിക്കും. വഴിയരികിലെ അനധികൃത പാർക്കിങ്ങിനൊപ്പം TVS റോഡും ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന പുത്തനങ്ങാടി റോഡും വൺ വേ ആയി പുനഃസ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പാതയിലെ പാർക്കിംഗും കയ്യേറ്റത്തിനുമൊപ്പം നടപ്പാത അടച്ചുള്ള നിർമ്മാണങ്ങളും തടയും. ഒപ്പം ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന സൂചനാ ബോർഡുകളും നീക്കം ചെയ്യാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ പറഞ്ഞത് നോട്ടിൽ വെച്ച ഒരു കാര്യം, നമ്മൾ കുരിശുപള്ളി ജംഗ്ഷൻ പറഞ്ഞു, അത് സാധാരണ അവിടെ ട്രാഫിക് ബ്ലോക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്, ബസ് കയറി പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും. അതിനകത്ത് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാവുന്നത്, പോലീസിന്റെ ഭാഗത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന പോലീസുകാരനെ കുറച്ചുകൂടി ഒരു ആജവമുള്ള പോലീസുകാരനെന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വണ്ടി നിർത്തി പോകുന്ന സംഭവം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഇല്ലാതെ ആക്കാനുള്ള ഒരു നടപടി നമുക്ക് ചെയ്യാം. ബൈപ്പാസ്, മിനി ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടുണ്ട്. തഹസിൽദാർ ജോസ് ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല നസീർ, DYSP ഇമാനുവൽ പോൾ, CI ഷാജു ജോസ്, SI AS അൻസൽ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ACV ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. കണ്ണീർ തൂകുന്ന കാലവർഷത്തിൽ വറുതിയുടെ നിഴലുമായി തിങ്കളാഴ്ച കർക്കിടകം പിറക്കുന്നു. പഞ്ഞക്കർക്കിടകത്തിൽ ദുഃഖദുരിത മോചനങ്ങൾക്കായുള്ള പ്രാർത്ഥനകളുമായി ശ്രീരാമകഥാമാധുരിയിൽ ഇനി മലയാളക്കര ഭക്തിസാന്ദ്രമാകും.
കാലത്തിന്റെ കൈവഴിയിൽ പ്രകൃതിയുടെ കണ്ണീർ വീണ പാടശേഖരങ്ങളിൽ വിരിപ്പ് കൃഷി കർഷകരെ പ്രതിസന്ധികളിലാഴ്ത്തുകയും ഒഴിഞ്ഞ പത്തായിപ്പുരകൾ പഞ്ഞത്തെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന വേളയിലാണ് കർക്കിടകം സമാഗതമാകുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ ദുരിതങ്ങളുടെ മാറാപ്പ് പേറുന്ന മലയാളിയുടെ ജീവിതത്തിന്റെ ബാക്കിപത്രത്തിൽ വറുതിയുടെ ദുഃഖങ്ങൾ മാത്രം അവശേഷിക്കെ കർക്കിടകം പ്രാർത്ഥനകളുടെ പുണ്യകാലം കൂടിയാണ്. ജീവിത ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി മലയാളികൾ പ്രാർത്ഥനാ നിരതരാകുമ്പോൾ ശ്രീരാമ കഥാമാധുരിയുടെ സൗരഭ്യത്തിൽ നാട് ഭക്തിയുടെ അശോകവനമായി മാറും. അതുകൊണ്ട് തന്നെ കർക്കിടകം മലയാളക്കരയ്ക്ക് രാമായണ മാസം കൂടിയാണ്. ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നിതു കണ്ടു ദാദാ. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കൈവരുമെന്ന വിശ്വാസത്തിൽ വാവുബലിയും കർക്കിടകത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ജീവിതപാതയിലെ തിരക്കിനിടയിൽ തിരുമും ഉഴിച്ചിലും പിഴിച്ചിലും സുഖചികിത്സയും ഔഷധക്കഞ്ഞി സേവയുമൊക്കെയായി ശാരീരികാരോഗ്യം വീണ്ടെടുക്കുവാനുള്ള വിശ്രമകാലം കൂടിയാണ് കർക്കിടക നാളുകൾ. കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം. പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പൊൻവെളിച്ചം ചൊരിഞ്ഞെത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കുവാനും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശവുമായി ശ്രാവണത്തേരിലെത്തുന്ന തിരുവോണത്തെ എതിരേൽക്കുവാനുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്ന കാലം. ACV ന്യൂസ്, കോട്ടയം. കർക്കിടകത്തിന്റെ വരവറിയിച്ച് പൂർവ്വപുണ്യ സുഹൃത്തിന്റെ നിറവിൽ കോട്ടയം സംക്രാന്തി വാണിഭം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വർത്തമാന കാലഘട്ടത്തെ കീഴടക്കുമ്പോഴും കച്ചവടം പൊടിപൊടിച്ചിരുന്ന ഭൂതകാല സ്മരണകൾ ഹൃദയത്തിലേറ്റിയാണ് പാക്കന്മാരുടെ പിൻതലമുറക്കാർ സംക്രാന്തി വാണിഭത്തെ വരവേൽക്കുന്നത്. പഴമയുടെ പാരമ്പര്യം പേറി പൂർവ്വപുണ്യ സുഹൃതവുമായി സംക്രാന്തി വാണിഭം. കൊട്ടയും വട്ടിയും മുറവും പായുമെല്ലാം നിരുന്ന സംക്രാന്തി വാണിഭത്തിന് പക്ഷേ ഇപ്പോൾ പഴയ പകട്ടും പ്രൗഢിയുമില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ സമൂഹം പായുമ്പോൾ പാരമ്പര്യമായി കൈവന്ന കൈത്തൊഴിൽ എന്ന നിലയിലാണ് പലരും ഇവിടെ കച്ചവടം പ്രതീക്ഷിച്ചെത്തുന്നത്. എല്ലാ പ്രാവശ്യവും നല്ല ഒരുവിധം കച്ചവടം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഈ പ്രാവശ്യം ഭയങ്കര മഴയാണ്. അപ്പോൾ രാവിലെ തൊട്ട് മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ ശകലം മഴ മാറിയിട്ടുണ്ട്. ഇനി കച്ചവടം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. എങ്കിലും പഴയതുപോലെ ഒരു കച്ചവടമൊന്നും ഇപ്പം ഇല്ല. എങ്കിലും ഈ കച്ചവടം തൊഴിൽ പഠിച്ചതാണല്ലോ എന്നോർത്ത് ഇങ്ങോട്ട് വന്നതാണ്. കച്ചവടം പൊടിപൊടിച്ചിരുന്ന കാലം അസ്തമിച്ചെങ്കിലും സംക്രാന്തി വാണിഭത്തിന്റെ പെരുമ മനസ്സിലെത്തിയാണ് ഒരു അനുഷ്ഠാനം പോലെ പാവപ്പെട്ട കച്ചവടക്കാർ ഇവിടെ എത്തുന്നത്. സംക്രാന്തി വാണിഭം കഴിഞ്ഞാൽ കർക്കിടകം 1 മുതൽ ഇനി പാക്കിൽ വാണിഭമാണ്. പാക്കനാരുടെ പിൻതലമുറക്കാരുടെ യാത്ര പഞ്ഞക്കർക്കിടകത്തിന്റെ ഓർമ്മകളുമായി ഇനി പാക്കിൽ വാണിഭത്തിലേക്കാണ്. ACV ന്യൂസ്, കോട്ടയം. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന അത്യാധുനിക മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രാരംഭ നടപടികൾ പൂർത്തിയായി. ആലപ്പുഴ നഗരസഭയിൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ മാതൃകയിലുള്ള യൂണിറ്റാണ് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായാണ് അത്യാധുനിക രീതിയിലുള്ള സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ നടപടിയാകുന്നത്. ഇതിനായി ആലപ്പുഴ നഗരസഭയിൽ നടപ്പാക്കിയ എയ്റോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ മാതൃകയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിൽ സംസ്കരണ യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആലപ്പുഴയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സന്ദർശിച്ച് പഠനം നടത്തി. പ്രത്യേകം തയ്യാറാക്കുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ ജൈവരീതിയിൽ തന്നെ സംസ്കരിക്കുകയാണ് എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റിലൂടെ ചെയ്യുന്നത്. ദുർഗന്ധമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാത്ത തരത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. പൊതുജനത്തിന്റെ സഹായത്തോടെ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് യൂണിറ്റിൽ സംസ്കരിക്കാൻ കഴിയും. നിലവിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ സംസ്കരണം ഇരിക്കെ ഇത്തരം യൂണിറ്റുകൾ ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ള പാർക്കിംഗ് സ്ഥലത്തും പൊതുമാർക്കറ്റ് പരിസരം, പുത്തൻചന്ത, പൈങ്ങണ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനുമാണ് പഞ്ചായത്ത് അധികൃതർ ലക്ഷ്യമിടുന്നത്. 50 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിന് പിന്നാലെ മാലിന്യം ഉപയോഗിച്ച് വളം നിർമ്മിക്കുവാനും ഒപ്പം അജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്രോ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാനും ഉദ്ദേശമുണ്ട്. ACV ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. ഇനിയൊരു ഇടവേള.